ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ തലേന്നേ പ്ലാൻ ചെയ്യത്തില്ലേ. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞു ഇടിയപ്പം മുട്ടയാക്കാമെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു ഇടിയപ്പം എനിക്ക് ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ഇടിയപ്പത്തിൻ്റെ എക്സ്പേർട്ടാണ് കേട്ടോ. എനിക്ക് എവിടെ ചെന്നാലും ഇടിയപ്പം ഉണ്ടാക്കാൻ ഇഷ്ടമാണ്. എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ പലർക്കും ഈ ഇടിയപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കത് അത്ര വലിയ പാടൊന്നുമില്ല കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ അമ്മ മുട്ടക്കറി ഒരു സ്പെഷ്യൽ രീതിയിലാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ സവോളയൊക്കെ വഴറ്റുന്ന പോലെ വഴറ്റിയതിന് ശേഷം അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കി എടുക്കും കേട്ടോ. അങ്ങനെ എടുക്കുമ്പോൾ നല്ല കൊഴുപ്പ് കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷേ ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ട് കേട്ടോ. പിന്നെ ഇന്ന് വാഴയിലയിലാണ് ഇടിയപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ. നാട്ടിലൊക്കെ വന്നിട്ട് കുറച്ച് വാഴയിലൊക്കെ യൂസ് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്താ ഒരു രസമല്ലേ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ വരുമ്പോൾ ഇടിയപ്പം അടിപൊളിയല്ലേ. സാറിന് ഞാനവിടെ ഇഡലിത്തട്ടിലാണ് ഇടിയപ്പം ഉണ്ടാക്കാറുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ വാഴയിലയിൽ അത് ചുറ്റിച്ചൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോഴത്തേന് മുട്ടക്കറി നമ്മുടെ സൈഡിൽ റെഡിയായി കിട്ടിയേ. ഒരു ഇടിയപ്പം മതിയില്ല. ഇങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് വലുതായിട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു ഇടിയപ്പം ഒരാൾക്ക് മതിയില്ല. അങ്ങനെ കുറേ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കി അത് കഴിഞ്ഞ് എൻ്റെ കൂടെ അടിപൊളിയായിട്ടുള്ള മുട്ടക്കറിയും കൂട്ടി കഴിച്ചു കേട്ടോ. ആഹാ എന്താ ടേസ്റ്റ് എന്നറിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. താങ്ക് യു, ബൈ.